ഹലോ എവരിവൺ, വെൽക്കം ടു ഓട്ടോഡോക്സ്. അങ്ങനെ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ഗ്യാപ്പ് വന്നു നമ്മൾ ലാസ്റ്റ് വീഡിയോ ആയിട്ട്. അപ്പോൾ അതിനിടയിൽ ഇന്ത്യയുടെ ഒരു മത്സരം കഴിഞ്ഞു പോവുകയുണ്ടായി. അപ്പോൾ ആ മത്സരത്തിന് ശേഷം മത്സരം എന്ത് ജയിച്ചു, പക്ഷെ എന്നാലും ആ മത്സരത്തിന് ശേഷം ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. അഭിഷേക് ശർമ്മ ഇനി ടീമിൽ വേണം, നമ്പർ 1 ബാറ്ററാണ് T20. പക്ഷേ ഈ T20 വേൾഡ് കപ്പിൽ ഇതുവരെ കഴിഞ്ഞ 4 മത്സരങ്ങളിലും 3 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചുള്ളൂ. 3-ലും ഡക്കാണ്, ഹാട്രിക് ഡക്കായിട്ടാണ് അദ്ദേഹം നിലവിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ തിലക് വർമ്മയുടെ മെല്ലെപ്പോക്ക്, ഇതിനൊക്കെ കുറിച്ച് കാര്യമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും സൂര്യകുമാർ യാദവ് കഴിഞ്ഞ ദിവസത്തെ പ്രസ് കോൺഫറൻസിൽ പറയുണ്ടായി അഭിഷേക് ശർമ്മ തീർച്ചയായിട്ടും കളിക്കും. സഞ്ജു സാംസൺ നെറ്റ്സിൽ 3-4 മണിക്കൂർ പ്രാക്ടീസ് ചെയ്ത് കണ്ടിട്ട് കുറേ പേര് വിചാരിച്ചു പുള്ളി എന്തായാലും സൂപ്പർ 8 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാവുമെന്ന്. എന്തായാലും സൂര്യകുമാർ യാദവ് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്, സഞ്ജു സാംസൺ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും തിലക് വർമ്മയും അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയും ഈ രണ്ടുപേരും കളിക്കും എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് വേറൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഇന്ത്യൻ T20 ക്രിക്കറ്റ്, എസ്പെഷ്യലി T20 ക്രിക്കറ്റ് കടന്നു പോകുന്ന ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ട്. ഈ ഒരു ട്രാൻസിഷൻ പീരീഡിൽ സീനിയർ ടീമിൽ നിന്ന് കമ്പാരിറ്റീവ്ലി പുതിയ ആളുകൾ ആണ് T20 ടീമിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള പ്രോമിസിങ് ആയിട്ടുള്ള 2 പ്ലേയേഴ്സാണ് ഈ പറയുന്ന അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും. തീർച്ചയായിട്ടും ഇനിയൊരു 3-4 വേൾഡ് കപ്പുകൾ ഈസിലി കളിക്കാനായിട്ട് കാലിബറുള്ള 2 പ്ലേയേഴ്സാണ്. അപ്പോൾ സഞ്ജു സാംസണെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ യങ് ആയിട്ടുള്ള 2 പ്ലേയേഴ്സാണ്. അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും മുൻഗണന കൊടുക്കും. അത് നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, കേരള അങ്ങനത്തെ വ്യത്യാസത്തിലല്ല. അത് ആ പ്ലേയേഴ്സിൻ്റെ അവരുടെ ഒരു ഏജിനൊക്കെ കിട്ടുന്ന ഒരു പരിഗണന കൂടിയാണ്. തീർച്ചയായിട്ടും ഇന്ത്യ കുറേ കാലത്തോട്ട് നോക്കിക്കാണുന്ന 2 പ്ലേയേഴ്സാണല്ലോ ഇവർ രണ്ടുപേരും. ഇപ്പോൾ സൂര്യകുമാർ യാദവ് ആയാലും ശിവം ദുബെ ആയാലും ഹർദിക് പാണ്ഡ്യ ആയാലും സഞ്ജു സാംസൺ ആയാലും ഒക്കെ 30+ ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. ഇവർ അങ്ങനെയല്ല. അപ്പോൾ ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ ടീമിലുള്ള ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള 2 പ്ലേയേഴ്സാണ് ഇവർ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഈ വീഡിയോയിൽ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ T20 വേൾഡ് കപ്പിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യയുടെ മത്സരങ്ങളെ പറ്റി മാത്രമല്ല. നമ്മൾ ഈ T20 വേൾഡ് കപ്പ് സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ T20 വേൾഡ് കപ്പ് സിംപ്ലി ബ്ലോക്ക് ബസ്റ്റർ ആണ് ഫ്രം ദ സ്റ്റാർട്ടിങ്. അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അത് എല്ലാം കൊണ്ടും, ബ്രോഡ്കാസ്റ്റിംഗ് ക്വാളിറ്റി കൊണ്ടും മത്സരങ്ങളുടെ ക്വാളിറ്റി കൊണ്ടും എല്ലാം കൊണ്ടുമാണ്. നമുക്കറിയാം, ആദ്യമായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്ന ഇറ്റലി, അവർ ഒരു എന്ത് കിടലിനായിട്ടാണ് അവരെ മാച്ചസ് കളിച്ചതെന്ന്. അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ഫാൻസിന് അഭിമാനിക്കാൻ വകുപ്പുള്ള കുറേ നിമിഷങ്ങൾ സമ്മാനിച്ചിട്ടാണ് അവർ ഈ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായേക്കുന്നത്. അത്രയും കിടിലൻ കളിയാണ് അവർ കളിച്ചേക്കുന്നത്. എനിക്കൊന്ന് അസോസിയേറ്റ് നേഷൻസിൽ ഒമാൻ മാത്രമാണ് തീർത്തും ഒരു നിരാശാജനകമായ പെർഫോമൻസ് ഈ T20 വേൾഡ് കപ്പിൽ കാഴ്ചവെച്ചിട്ടുണ്ടാവും. ബാക്കി എല്ലാവരും, സിംബാബ്വെ പോലത്തെ ഒരു ടീം സൂപ്പർ 8 കളിക്കുന്നുണ്ട്. അതും ഓസ്ട്രേലിയ പോലത്തെ ഒരു ടീമിനെ പുറത്താക്കിയിട്ടാണ്. നമ്മൾ ഈ ഫുട്ബോൾ വേൾഡ് കപ്പിലൊക്കെ കാണുന്ന പോലത്തെ അട്ടിമറികൾ, അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ ആ ഒരു വാശിയിൽ കളിക്കും. മുന്നത്തെ ലോകകപ്പുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സെമിയൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇന്ത്യ, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അല്ലെങ്കിൽ ഇംഗ്ലണ്ട്, സൗത്ത് ആഫ്രിക്ക, ഇതിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു ടീമുകൾ അല്ലെങ്കിൽ ചെറിയ ടീമുകളൊന്നും ആ ഒരു നോക്കൗട്ടിലോട്ട് വരാറില്ല. അങ്ങനെ സംഭവിക്കുന്നതിന് അപൂർവമായിട്ടായിരുന്നു. പക്ഷേ ഈ വേൾഡ് കപ്പ് കണ്ടില്ലേ, സിംബാബ്വെ ആണ് ഓസ്ട്രേലിയനെ അട്ടിമറിച്ചിട്ട് വന്നേക്കുന്നത്. ഓസ്ട്രേലിയ ഏതിലെ ഒരു ടീമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നേപ്പാൾ എന്ന് പറയുന്ന ടീം, അവർ ഇംഗ്ലണ്ടായിട്ടുള്ള മത്സരം ഉണ്ടായിരുന്നു. അത്രത്തോളം നെയിൽ ബിറ്റിംഗ് ആയിട്ട് ലാസ്റ്റ് ഓവർ ത്രില്ലിംഗ് ആയിട്ടൊരു മത്സരമായിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ മത്സരങ്ങൾ, നേപ്പാളൊക്കെ അത്രയും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടാണ് ഈ ലോകകപ്പ് എന്ന് പോകുന്നത്. അങ്ങനെ വന്നിട്ടുള്ള എല്ലാ ടീമുകളും, ഓൾമോസ്റ്റ് എല്ലാ ടീമുകളും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ശ്രീലങ്ക അവരുടെ ഏറ്റവും ബെസ്റ്റ് പീരീഡിലൂടെ, കഴിഞ്ഞ കുറേ വർഷത്തിന് ശേഷമുള്ള ഏറ്റവും ബെസ്റ്റ് പീരീഡിലൂടെ കടന്നു പോകുന്നു. നിലവിൽ ഇപ്പോൾ ശ്രീലങ്ക ഇംഗ്ലണ്ടായിട്ടുള്ള മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഏറ്റവും എല്ലാ ടീമുകളും ഏറ്റവും ബെസ്റ്റായിട്ട് കളിക്കുന്നുണ്ട്. അതിൽ തന്നെ ഇന്ത്യയുടെ കാര്യം പറയണം, ഈ വേൾഡ് കപ്പിന് മുന്നേ ഏറ്റവും ഹൈപ്പ് ചെയ്യപ്പെട്ട ടീമായിരുന്നു ഇന്ത്യ. നമ്മൾ സ്റ്റാർ സ്പോർട്സിൻ്റെ ആഡ് കണ്ടില്ല മത്സരത്തിന് മുന്നേ, 300 ടാർഗറ്റ്, അഭിഷേക് ശർമ്മ ഇപ്പോഴെ, സൂര്യകുമാർ യാദവ് ഇപ്പോഴെ, തിലക് വർമ്മ ഇപ്പോഴൊക്കെ വെച്ചിട്ട്. പക്ഷേ ഇന്ത്യയുടെ ബാറ്റിംഗ് എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ വേൾഡ് കപ്പിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. ബോളിങ്ങിൻ്റെ മികവാണ് മത്സരങ്ങളിലെല്ലാം ഇന്ത്യ ജയിച്ചതെന്ന് തന്നെ പറയാം, ബാറ്റ്സ്മാൻമാരെക്കാളും കൂടുതൽ. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ടീമുകളും ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ വേൾഡ് കപ്പ് കളിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇന്ത്യക്ക് അങ്ങനെ ഭയങ്കരമുള്ളൊരു ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വേൾഡ് കപ്പിന് മുമ്പുള്ള സീരീസുകളിൽ കളിച്ച പോലെ ഇന്ത്യക്ക് ഇവിടെ കളിക്കാൻ പറ്റാത്തത് ബാക്കി ടീമുകളും അത്രയും മികച്ചതായിട്ട് കളിക്കുന്നതുകൊണ്ടുകൂടിയാണ്. പിന്നെ ടോപ്പ് ടീമുകളായിട്ടുള്ള ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ഇവരുടെയൊക്കെ പെർഫോമൻസ് കഴിഞ്ഞ കുറേ, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു പ്രൈം ടീമുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ താഴെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലിമിറ്റഡ് ഓവേഴ്സിൽ ഈ 2 ടീമുകളും ഒരു 1-2 വർഷം കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് താഴെ പോകാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ടെസ്റ്റിൽ ഇപ്പോഴും 2 സ്ട്രോങ് ടീമുകൾ തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷേ ODIയിലും അല്ലെങ്കിൽ തന്നെ T20 എടുത്ത് നോക്കി കഴിഞ്ഞാൽ പ്രോമിസിങ് ആയിട്ടൊരു പ്ലേയേഴ്സിനെ പോലും ഇംഗ്ലണ്ടിനോ അതുപോലെ തന്നെ ഓസ്ട്രേലിയക്കോ എടുത്ത് കാണിക്കാനില്ല. ഇംഗ്ലണ്ട് സൂപ്പർ 8 എത്തിയിട്ടുണ്ട്, ഓസ്ട്രേലിയ അതുപോലും ക്വാളിഫൈ ആവാനായിട്ട് ബുദ്ധിമുട്ടുകയാണ്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ ഒക്കെ ഒരു, നമ്മൾ T20 ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ എല്ലാ വേൾഡ് കപ്പിലും ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്തൊരു ടീമായിരിക്കും ഓസ്ട്രേലിയ. പക്ഷേ ആ ഓസ്ട്രേലിയയാണ് ഈ സൂപ്പർ 8 കാണാതെ പുറത്താവുന്നത്.
അപ്പോൾ ഓസ്ട്രേലിയയുടെ ഇംഗ്ലണ്ടിനെ അടുത്ത കുറേ വർഷത്തേക്ക് ഉള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള പറയാവുന്ന പ്ലേയേഴ്സൊക്കെ വളരെ നിരാശപ്പെടുത്തിയ ഒരു വേൾഡ് കപ്പ് കൂടിയാണിത്. എന്തായാലും ഇംഗ്ലണ്ട് സൂപ്പർ 8 കയറിയിട്ടുണ്ട്. അവരിനിപ്പോൾ എത്രത്തോളം എത്തുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഈ T20 വേൾഡ് കപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി എനിക്ക് ഏറ്റവും ഞാൻ ഇതുവരെ കണ്ട T20 വേൾഡ് കപ്പ് വെച്ച് ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ ഞാൻ പറയും. അത് ഇൻ ടേംസ് ഓഫ് എല്ലാം കൊണ്ട് പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസ് ആയാലും ടീമുകളുടെ പെർഫോമൻസ് ആയാലും വെറുതെ വന്ന് കളിച്ചു പോകുന്ന അതല്ലാതെ ജയിക്കാൻ വേണ്ടി കപ്പടിക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാ ടീമുകളും വന്നേക്കുന്നത്, അത് അസോസിയേറ്റ് നേഷൻസ് ഉൾപ്പെടെ. എന്തായാലും ഈ വേൾഡ് കപ്പ് ഇതുവരെ കഴിയുമ്പോൾ എൻ്റെ ഫേവറേറ്റ് ബാറ്റ്സ്മാനായിട്ട് മാറിയേക്കുന്നത് പത്തും നിസംഗ തന്നെയാണ് ശ്രീലങ്ക. അതുപോലെ തന്നെ ഫേവറേറ്റ് ബോളറായിട്ട് മാറിയേക്കുന്നത് സിംബാബ്വേയുടെ മുസർബാനി കൂടിയാണ്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ 2 പ്ലേയേഴ്സുമാണ്, ബാക്കി എല്ലാവരും കളിച്ചിട്ടില്ല എന്നല്ല, എനിക്ക് പേഴ്സണലി ഏറ്റവും ഏറ്റവും ഇമ്പ്രസീവായിട്ട് തോന്നിയേക്കുന്ന ഒരു ബാറ്റർ എന്ന് പറയുന്നത് പത്തും നിസംഗി, അതുപോലെ തന്നെ ബോളർ എന്ന് പറയുന്നത് സിംബാബ്വേയുടെ മുസർബാനിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വേൾഡ് കപ്പിൽ നിങ്ങളെ ഞെട്ടിച്ച പ്ലെയർ ആരാന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. എന്തായാലും താങ്ക് യു.